നവകേരളം ഉണ്ടാക്കി പണമെല്ലാം പിണറായി വിജയൻ തിന്നു. നിലനിന്ന് ഭരണം അനുസരിച്ചാണെങ്കിൽ BJP സ്ഥാനാർത്ഥി വരുന്നത് നേട്ടം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് അതൊരു നേട്ടമായിട്ട് മാറും. പ്രത്യേകിച്ച് ഇവിടെ തുറമുഖവും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും അയാൾ നല്ലൊരു വ്യക്തിയാണെന്നുള്ള ഒരു സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങി. MP എന്ന് പറഞ്ഞാൽ ഇവർ കഴിവിട്ട MP തന്നെ ആണെങ്കിൽ പറയാം, നല്ല പച്ച മലയാളത്തിൽ. നമസ്കാരം. തീപാറുന്ന പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ കടലിലെ തിരമാലകൾ ശാന്തമാണ് എങ്കിലും വലിയ രാഷ്ട്രീയ തിരമാലകൾ ആഞ്ഞടിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന 3 മണ്ഡലങ്ങളാണ് കോവളം, പാറശാല, നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിലെ ജനാഭിപ്രായം നമുക്ക് എന്തെന്ന് ചോദിച്ചറിയാം. ഇപ്പോഴത്തെ MP എന്ന് പറഞ്ഞാൽ ഇവർ കഴിവിട്ട MP തന്നെ ആണെങ്കിൽ പറയാം, നല്ല പച്ച മലയാളത്തിൽ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അങ്ങേക്ക്. ഒരു MP-ക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ തൃപ്തനല്ലാതെയാണ് അങ്ങേരെ പാർട്ടിയിൽ നിന്ന് വരെ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. തൃപ്തനല്ല. അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത്ര കഴിവുള്ള വ്യക്തിയാണ്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. BJP സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയായിരുന്നു. ഇപ്പോഴാണ് അങ്ങേര് രംഗത്തൂടെ വന്നത്. ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ജനങ്ങളുടെ കയ്യില ഭരണം BJP-ക്കല്ലേ, BJP അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ MP-യെ കുറിച്ച് പറയാനൊന്നുമില്ല, അഭിപ്രായമൊന്നുമില്ല. BJP സ്ഥാനാർത്ഥി ഒരു നല്ലൊരു വ്യക്തിയാണെന്നുള്ള കാര്യം നമ്മളാരും അയാളെ കണ്ടിട്ട് പോലും ഇല്ലേ മണ്ഡലത്തിൽ. പിന്നെ നമുക്ക് അയാളെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടു ഒരു പുതിയൊരാൾ വരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ ആ ഇലക്ഷന് കണ്ടത്, അതിനുശേഷം ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. എന്തോ വികസനം അറിഞ്ഞുകൂടെ ഇപ്പോഴത്തെ വികസനത്തെ കാര്യത്തെക്കുറിച്ച്? 7 മാസമായി പെൻഷൻ കിട്ടിയിട്ട് അതിൽ 1 മാസത്തെ പെൻഷൻ തന്നത്. നവകേരളം ഉണ്ടാക്കി പണമെല്ലാം പിണറായി വിജയൻ തിന്നു. ഇപ്പോഴത്തെ MP എന്ന് പറയുമ്പോൾ ശശി തരൂരല്ലേ. ഞാൻ പുള്ളിയെ കണ്ടിട്ട് ഒരു 15 വർഷം വരുമെന്ന് തോന്നുന്നു. ആദ്യം ജയിച്ചു പോയതിനു ശേഷം ഈ ഇലക്ഷൻ സമയത്തൊക്കെ പുള്ളി മേക്കപ്പ് ചെയ്തൊക്കെ ഇങ്ങനെ വരാറുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടാവണമെങ്കിൽ ഭരണകക്ഷി ആരാണോ അവരുടേതായ ഒരാളാകുന്നതായിരിക്കും നല്ലത്. എനിക്ക് 7 മാസം കഴിഞ്ഞപ്പോൾ 1 മാസത്തേത് കിട്ടി. 1 മാസത്തേത് കിട്ടി. 7 മാസം കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥിയെ കുറിച്ച് ഈ തവണ അയാൾക്കും കുറേ വോട്ട് കിട്ടും. മുഖ്യമന്ത്രി ഇപ്പോൾ ഇരിക്കുന്നല്ല, എല്ലാത്തിനും വിലയും കയറ്റി എല്ലാമൊക്കെ തുലപ്പിച്ചിട്ടല്ലേ പാവങ്ങളെ. നമുക്ക് കുഴപ്പമില്ല, ആര് നിന്നാലും ആര് ജയിച്ചാലും കുഴപ്പമില്ല. നമ്മളെ ജനങ്ങളെ നന്നായിട്ട് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥി മോശപ്പെട്ടവരല്ല. ഇവർ രണ്ടുപേരും മോശവരല്ല. രണ്ടുപേരും നല്ല വിദ്യാഭ്യാസവും വിവരവും അറിവും ബോധമുള്ളവരാണ്. ഒരാൾ പോയിട്ട് ഇവർ രണ്ടുപേരും ഒന്നുകൊന്നും മിച്ചമുള്ളവരാണ്. വിദ്യാഭ്യാസത്തിലായാലും അറിവിലായാലും എല്ലാത്തിലും. അത് ആര് ജയിച്ചിരുന്നാലും നല്ലതാണ്. പന്നിൻ രവീന്ദ്രൻ മുമ്പ് ഒരിക്കലും മത്സരിച്ച് ജയിച്ചിട്ട് പിന്നെ ഈ പരിസരത്തൊന്നും കാണാനില്ലേ. 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്. രണ്ടുപേരും നേരത്തെ ജയിച്ചവർ. BJP ആദ്യമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന കേന്ദ്രമന്ത്രി ജയിച്ചു പോയാൽ മറ്റവർ 2 പേരും കേന്ദ്രത്തിലില്ല. ഇപ്പോൾ BJP അടുത്ത് വരുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ വന്നാൽ എന്തെങ്കിലും തിരുവനന്തപുരത്തിനകത്ത് നടക്കുമെന്നുള്ളതാണ് വിശ്വാസം. അയാളെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായമുള്ള, അയാളിപ്പോൾ എന്തൊരു വികസനമാണ് കാണിക്കണം. 3 പ്രാവശ്യം പോയ ആളെ എന്ത് വികസനമാണ് സാറേ കാണിക്കണം. 3 സ്ഥാനാർത്ഥിയൊക്കെ അത് ബെറ്റർ സ്ഥാനാർത്ഥി BJP ആണ്. ഇപ്പോഴത്തെ MP ഇലക്ഷന് വന്നത് കണ്ട് പിന്നെ അതിനുശേഷം കണ്ടില്ല. BJP സ്ഥാനാർത്ഥി പുതിയതായിട്ട് ഒരു മാറ്റം വരട്ടെ. പുതുമുഖമാണ്, അതാണ്. പുതുമുഖമായിട്ട് വരുമ്പോഴേ എല്ലാവരും മാറ്റം വരണം. വിജയസാധ്യത ഉണ്ടോ നേട്ടാ പിന്നെ ജനങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും കാര്യങ്ങൾ. കാരണം പറഞ്ഞാൽ ജനങ്ങൾ അങ്ങോട്ടും ചിന്തിക്കും ഇങ്ങോട്ടും ചിന്തിക്കും. ഇപ്പോൾ നിലനിന്ന് ഭരണം അനുസരിച്ചാണെങ്കിൽ BJP സ്ഥാനാർത്ഥി വരുന്നത് നേട്ടം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് അതൊരു നേട്ടമായിട്ട് മാറും. പ്രത്യേകിച്ച് ഇവിടെ തുറമുഖവും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും അയാൾ നല്ലൊരു വ്യക്തിയാണെന്നുള്ള ഒരു സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങി. അപ്രകാരം അയാൾ വന്ന നേട്ടമാണ്. പിന്നെ ശശി തരൂരിനെ സംബന്ധിച്ചാണെങ്കിൽ ഭരണമില്ലാത്ത വ്യക്തി നിന്നിട്ട് ഒരു കാര്യവുമില്ല. അയാൾ അങ്ങനെയാണ്. അതുപോലെ പിന്നെ പന്നിൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അയാൾ കുറേ ഒരു 3 വർഷം ഇവിടെ ഭരിച്ചിരുന്ന MP ആയിരുന്നിട്ടും കൂടെ ഇവിടെ നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. കാരണം ഒരു സ്റ്റേഡിയം വന്നത് അയാൾ കണ്ണൂരിലാണ് കൊണ്ടുപോയത്. ഇവിടെ ഈ മലയപ്പൊങ്കുന്ന് എന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്ററിനകത്തോളം മലയപ്പൊങ്കുന്ന് എന്ന സ്ഥലത്ത് വന്ന സ്റ്റേഡിയം അയാളെ നാട്ടിൽ കൊണ്ടുപോയി അയാളെ വികസനങ്ങൾ അവിടെയാണ് അയാൾ കാഴ്ചവെച്ചത്. അതുകൊണ്ട് അയാളിനോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ BJP ജയിച്ചാൽ നന്നായിരിക്കും എന്നാണ് ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് മോദിയുടെ ഒരു രീതി അങ്ങനെയാണ് തോന്നുന്നത്. BJP MP ഉണ്ടെങ്കിൽ ഒരു മന്ത്രിയെ കിട്ടും. എന്തായാലും അവിടെ തുറമുഖം ഭരണം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാവും തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്നെ. വേറെ ഒരു MP ആയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല.
BJP തരംഗമാണല്ലോ ഇപ്പം. ഇവിടെ ചെയ്യാനല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ തുറന്നു വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്ക്. അതുകൊണ്ട് യുവാക്കൾക്ക് നല്ല തൊഴിൽ സാധ്യതയും എല്ലാം ഉണ്ടാവും. അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരമെന്ന് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകും. എന്തായാലും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാന്നിധ്യം മണ്ഡലത്തിലേറെ ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തീരദേശ മലയോര മേഖലകളിലും BJP സ്ഥാനാർത്ഥിക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. കടുത്ത മത്സരത്തിനൊടുവിലെ ആ ഫലം അറിയാനായി ഏവരും കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി, തത്തുമൈ ന്യൂസ്.